മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0484 232 666. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരിയിൽ ഇരട്ടക്കുളങ്ങര മണ്ണിടിഞ്ഞ് നാശനഷ്ടം സംഭവിച്ച വീടുകളും കുടുംബാംഗങ്ങളെയും BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ സന്ദർശിച്ചു. 4 വീടുകൾ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലും 15 വീടുകൾ ഭാഗിക നഷ്ടങ്ങൾ സംഭവിച്ച അവസ്ഥയിലുമാണ്. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ആളുകളെ ഒഴിപ്പിച്ച ആഗമല മാരാത്തുകുന്ന് പ്രദേശവും അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ സന്ദർശിച്ചു. പ്രളയത്തിൽ വെള്ളം കയറി നശിച്ച വ്യാപാര സ്ഥാപനങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറിയും ആക്സ് പ്രസിഡന്റുമായ VV ഫ്രാൻസിസ് എന്നിവരോടൊപ്പം ഓരോ ഷോപ്പിലും കയറി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. വ്യാപാരികൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ നഗരസഭ ഉൾപ്പെടെ അധികൃതർ സത്വരമായ നടപടി എടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. BJP വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KN രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ S രാജു, അനിൽകുമാർ CV, ട്രഷറർ രാമപ്രസാദ്, വൈസ് പ്രസിഡന്റുമാരായ KK സുരേഷ്, ഗിരീഷ് മേലേമ്പാട്, സെക്രട്ടറി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇവിടെ മണ്ണിടിഞ്ഞ് വീണ് ദുരന്തം ഉണ്ടാകും. 2018 പ്രളയകാലത്ത് ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. 2023 മലയിടിഞ്ഞ് വീണ് ഈ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇപ്പം 2024 4 വീടുകൾ വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി തുടർന്ന് അവർക്ക് താമസിക്കാൻ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. ഇതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 2018 മുതൽ വലിയ അപകട ഭീഷണിയിലുള്ള ഈ സ്ഥലം ഇവിടുത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനോ ഒരു തരത്തിലുള്ള നടപടിയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇന്നിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ ക്യാമ്പ് പോലും മുനിസിപ്പാലിറ്റി ഇന്നലെ പിരിച്ചുവിട്ടു. ഈ ആളുകൾ എവിടെ പോകുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു ചിന്ത പോലും മുനിസിപ്പാലിറ്റിക്ക് ഇല്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധം അറിയിക്കുന്നൊരു കാര്യമാണ്. അവർക്ക് ജീവിക്കാനുള്ളൊരു ജീവിത സാഹചര്യം ഒരുക്കുന്നത് വരെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല മുനിസിപ്പാലിറ്റിക്ക്. അപ്പൊ എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു ചുമതല നിറവേറ്റാതെ ഈ ക്യാമ്പ് അവസാനിപ്പിച്ചത്? അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവരെല്ലാം തന്നെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ്. അവർക്ക് മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുള്ള ആളുകളോ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളോ അല്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മുനിസിപ്പാലിറ്റി അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം. ഇവിടുത്തെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണെങ്കിൽ അത് ചെയ്യാൻ അവർ തയ്യാറാകണം. ഒന്നുകിൽ ഈ ലാറ്ററൽ സപ്പോർട്ട് അത് സ്ട്രോങ് ആയി ഇവിടെ വാള് കെട്ടി ആ ലാറ്ററൽ സപ്പോർട്ട് സംരക്ഷിക്കാൻ തയ്യാറാകണം. കഴിഞ്ഞ വർഷം ചെറിയ ഒരു വാള് മാത്രമാണ് ഇവിടെ കെട്ടിയത്. അത് നല്ല ഉയരത്തിൽ കെട്ടി സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ കേവലം ഒരു 45 മീറ്റർ നീളത്തിലും 1 മീറ്ററോളം ഉയരത്തിലും മാത്രമാണ് സംരക്ഷണ ഭിത്തി അവർ കെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അതൊരു 8-9 മീറ്റർ ഉയരത്തിൽ ഒരു സംരക്ഷണ ഭിത്തി ലാറ്ററൽ സപ്പോർട്ടിന് സഹായകരമാകുന്ന തരത്തിലുള്ള ഭിത്തി കെട്ടിയാൽ മാത്രമാണ് സുരക്ഷിതമായിട്ട് ഇവിടെ താമസിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പൊ അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഇവിടെയുള്ള കുടുംബങ്ങൾ, ഒരു 16 കുടുംബങ്ങൾ വലിയ ഭീഷണിയിലാണ്. ആ 16 കുടുംബങ്ങൾക്ക് പകരം ഭൂമി കണ്ടെത്തി, സുരക്ഷിതമായിട്ടുള്ള ഭൂമി കണ്ടെത്തി അവർക്ക് വീട് പണിത് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റി നിറവേറ്റണം. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാൻ എനി ടൈം ന്യൂസ്.